നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയ റീൽ വീഡിയോകളിലൂടെ പ്രേക്ഷകർക്ക് ഏറെ പരിചിതനാണ് അഖിൽ NRD. ഇപ്പോൾ മഹാരാജ ഹോസ്റ്റൽ എന്ന ചിത്രത്തിലൂടെ ബിഗ് സ്ക്രീനിലേക്ക് എത്തിയ താരത്തിന്റെ ഭാര്യ മറ്റൊരാൾക്കൊപ്പം ഒളിച്ചോടിപ്പോയെന്ന വാർത്തകളാണ് നിറയുന്നത്. അനൂപ് എന്ന പേരുള്ള ബസ് കണ്ടക്ടറിന് ഒപ്പമാണ് മേഘ ഒളിച്ചോടിപ്പോയത് എന്നതാണ് റിപ്പോർട്ട്. ബാഗൊക്കെയായി മറ്റൊരാളോടൊപ്പം പോകുന്ന CCTV ദൃശ്യങ്ങളും ഇപ്പോൾ വൈറലാണ്. ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് വാർത്തകൾ പുറത്തു വന്ന് തുടങ്ങിയത്. CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ ഒരു പ്രാങ്ക് ആയിരിക്കാം എന്നാണ് ആളുകൾ തുടക്കത്തിൽ കരുതിയിരുന്നത്. എന്നാൽ അല്ല, അഖിലിന്റെ ഭാര്യ മറ്റൊരാളോടൊപ്പം പോയി എന്ന സ്ഥിരീകരണം അഖിലിന്റെ സുഹൃത്തും യൂട്യൂബറും മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയുമായ സായ് കൃഷ്ണ തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വിഷയത്തിൽ അഖിലിന്റെ പ്രതികരണം എന്തായിരുന്നുവെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് സായ് കൃഷ്ണ. അഖിലിന്റെ കല്യാണത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു. ഞങ്ങൾ തമ്മിൽ നല്ലൊരു സൗഹൃദം ഉണ്ടായിരുന്നു. അഖിലിന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത അറിഞ്ഞപ്പോൾ എനിക്ക് അത് വളരെ ഷോക്കിംഗ് ആയ ഒന്നായിരുന്നു. അഖിലിനെ വിളിച്ച് സംസാരിച്ചിരുന്ന വീഡിയോ ഇടും മുൻപ് ഓക്കെ ആയി ഇരിക്കുക എന്നല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാനുണ്ടായിരുന്നില്ല. അഖിലിന്റെ ഒരു പ്രശ്നം എന്തെന്നാൽ അവൻ ആരെയും കുറ്റപ്പെടുത്തുകയില്ല. ഈ കേസിൽ അവന് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ: പോയവർ പോയി, കഴിഞ്ഞത് കഴിഞ്ഞു, വിടൂ എന്നതാണ് അവൻ പറഞ്ഞത്. എന്റെ ജോലി വീഡിയോ ഇടുക എന്നതായതുകൊണ്ട് ഞാൻ ഈ വിഷയത്തിൽ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ ചെയ്യുമെന്ന് ഞാൻ അഖിലിനോടും പറഞ്ഞിരുന്നു. അഖിലിന്റെ ഭാര്യയുടെ വിഷയത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാൻ ആദ്യം കണ്ടത്. പിന്നീട് അഖിലിന്റെ വീടിന്റെ പരിസരത്തുള്ളവരിൽ നിന്നും വോയിസ് മെസ്സേജുകളാണ് ഏറെയും ലഭിച്ചത്. അവരുടെ സംസാരത്തിലെല്ലാം ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്തിരുന്നു. ഒരാളുടെ ജീവിതം തകർത്ത് ഭാര്യ ഒളിച്ചോടി എന്നൊക്കെ പറഞ്ഞപ്പോഴുള്ള സന്തോഷമാണ് അവരുടെ എല്ലാം സംസാരത്തിൽ കണ്ടത്. ഇവർക്കും നാളുകളിൽ ഇത് സംഭവിക്കാവുന്നതേ ഉള്ളൂ. അതൊന്നും നാട്ടുകാർക്കായി ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉള്ള വലിയ ക്രൗഡിന് ഇടയിലേക്ക് വരാൻ മടിയുള്ള ക്യാരക്ടറാണ് അഖിലിന്റേത്. അത്ര ലൗഡ് അല്ല ആള്, അതുകൊണ്ട് നമ്മളെ പോലെ എക്സ്പ്രസീവ് അല്ല. ഇത്തരം വിഷയം സംഭവിക്കുന്നത് കൊണ്ട് പൊട്ടിത്തെറിക്കുവാനും പോകുന്നില്ല. അങ്ങനെ ഒരു മനുഷ്യന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരിക? അവനോട് സംസാരിച്ചപ്പോൾ അവൻ ഓക്കെ ആയിരുന്നു, എന്നാലും വിഷമമുണ്ട്. അതിനിടയിൽ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അഖിലിനെ ഭാര്യ ഉപേക്ഷിച്ച് പോയതുകൊണ്ട് അഖിലിന് എന്തോ പ്രശ്നമുണ്ടായതുകൊണ്ടാണ് എന്നൊക്കെയുള്ള തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിലുള്ള വൾഗാരിറ്റിയുടെ ലെവൽ നിങ്ങളൊന്ന് കാണണം. കഴിവില്ലാത്തവൻ എന്നൊക്കെയാണ് കുറ്റപ്പെടുത്തുന്നത്. ഇവർക്കൊക്കെ എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ പറയാൻ? അവർ ഒരു ഹാപ്പി കപ്പിൾ തന്നെയായിരുന്നു. പല അഭിമുഖങ്ങളിലും ഭാര്യയെക്കുറിച്ച് അഖിൽ സംസാരിച്ചിട്ടുണ്ട്. ഭാര്യയെ കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടില്ല, പരസ്പരം സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചിരുന്നതും. എന്നിരുന്നാലും മനുഷ്യന്മാരാണ്, അവരുടെ റിയൽ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത് എന്നൊന്നും ഓഡിറ്റ് ചെയ്യാൻ ആർക്കും പറ്റുകയില്ല. ഞാൻ ആശ്വസിപ്പിച്ചപ്പോൾ അഖിൽ പറഞ്ഞത്, എന്നെക്കുറിച്ച് സംസാരിക്കുന്നവർ സംസാരിച്ചോട്ടെ, പക്ഷെ അവളെ ആരും ഒന്നും പറയരുത്. കാരണം അവൾ ചെയ്യാനുള്ളത് അവൾ ചെയ്തു. അവൾക്ക് ഇതാകും ശരിയെന്ന് തോന്നിക്കാണും. ഇത്രയും വർഷം ഞാൻ പ്രണയിച്ച ഒരാളെ 10 ആളെ കുറ്റം പറയുന്നത് എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചു നാളത്തേക്ക് സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നില്ല. സംഭവിച്ചത് സംഭവിച്ചു, ഞാൻ തിരിച്ചു വരും. ഒന്നും ഒന്നിന്റെയും അവസാനമല്ല. മൂവ് ഓൺ ആവുക എന്നതാണ് അവൻ പറഞ്ഞത്. ആ കുട്ടി ബസ് കണ്ടക്ടറിന് ഒപ്പം പോയത് എന്തിനാണ് എന്ന തരത്തിലുള്ള സംസാരങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരാളുടെ പ്രൊഫഷനെ വെച്ച് സംസാരിക്കേണ്ടതില്ലല്ലോ. അയാളെയാണ് ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടത്. അവർ തമ്മിലുള്ള റിലേഷന്റെ ഡെപ്ത് പോലും നമുക്ക് അറിയില്ല. പിന്നെ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു പോവുകയാണെങ്കിൽ ഡിവോഴ്സ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടല്ലോ. എന്തിനാണ് ഓടിപ്പോകുന്നത്? പിന്നെ ആ കുട്ടിയുടെ വശം നമ്മൾ കേട്ടിട്ടില്ല എന്നുമായിരുന്നു സായ് കൃഷ്ണ പറഞ്ഞത്. ഈ സാഹചര്യത്തിൽ ഫേസ്ബുക്ക് യൂസറായ അനൂപ് ചന്ദ്ര പങ്കിട്ട കുറിപ്പും ഇപ്പോൾ ശ്രദ്ധ നേടുന്നുണ്ട്. എന്തുകൊണ്ട് അവൾക്ക് ഇങ്ങനെ പോകേണ്ടി വന്നത് എന്നറിയാതെ മേഘയെയും എന്താണ് അവന് സംഭവിച്ചെന്നറിയാതെ അഖിലിനെയും വിധിക്കേണ്ടതില്ല എന്നാണ് അനു ചന്ദ്ര കുറിക്കുന്നത്. അനുവിന്റെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: ഒരു ഇൻഫ്ലുവൻസറിന്റെ ഭാര്യ ഒളിച്ചോടിപ്പോയെന്ന വാർത്ത കണ്ടു. ഏതോ ഒരു പ്രൈവറ്റ് ബസ് ക്ലീനിങ് സ്റ്റാഫിനൊപ്പമാണ് ഒളിച്ചോടിപ്പോയത്. പോയിക്കോട്ടെ എന്നേ ഞാൻ പറയുകയുള്ളൂ. കാരണം അവൾ അവളുടെ വിവാഹ ജീവിതത്തിൽ ഹാപ്പി ആയിരിക്കുകയില്ല. അത്തരത്തിലുള്ള ദാമ്പത്യത്തിൽ സന്തോഷമില്ലാത്തത് കൊണ്ടാണല്ലോ വേറൊരുത്തിനെ പ്രേമിച്ച് അവൾ ആ വഴിക്ക് പോകുന്നത്. പോയിക്കോട്ടെ. പിന്നെ ഇൻഫ്ലുവൻസറുടെ കാര്യം, ഭാര്യ മറ്റൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോകുന്നത് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് അവന്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അവൾക്ക് മറ്റൊരാളോട് പ്രണയം തോന്നിയെങ്കിൽ അത് അവനോട് തുറന്നു പറയാമായിരുന്നു. എന്നിട്ട് അവനുമായി ബന്ധം മാന്യമായിട്ട് അവസാനിപ്പിച്ച് മറ്റൊരാളുടെ കൂടെ പോകാമായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അതൊക്കെ വെറും തോന്നൽ മാത്രമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് പുറത്തു നിന്ന് നോക്കുമ്പോൾ ഒരു ബന്ധം അവസാനിപ്പിക്കാനുള്ള ഏറ്റവും മാന്യമായ വഴി തുറന്നു പറഞ്ഞു വേർപിരിയുക ആണെന്നൊക്കെ നമുക്ക് തോന്നിയാലും ശരി, ആ ബന്ധത്തിനുള്ളിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഭയം, സമ്മർദ്ദം, നിയന്ത്രണം, അപമാനം, മാനസികാവസ്ഥ ഇവയൊക്കെ എത്രത്തോളമാണെന്ന് അവർക്ക് മാത്രമേ അറിയുകയുള്ളൂ. അവർക്ക് മാത്രമേ നോക്കുകയുള്ളൂ.
ജീവിതം എല്ലായ്പ്പോഴും ആദർശപരമായി നടക്കുന്ന ഒന്നല്ലല്ലോ. ഇതിനാൽ തന്നെ ആരും ആരുടെയും കുടുംബകാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ജീവിതം അവരുടേതാണ്, അനുഭവം അവരുടേതാണ്. അവരുടെ കഥകൾ നമുക്ക് അറിയില്ല, അനുഭവങ്ങളും. അതുകൊണ്ട് ദാമ്പത്യത്തിൽ സന്തോഷമില്ലായിരുന്നുവെങ്കിൽ അവൾക്ക് മറ്റൊരുത്തന്റെ കൂടെ പോകാം. പക്ഷെ എന്തുകൊണ്ട് അവൾക്ക് ഇങ്ങനെ പോകേണ്ടി വന്നു എന്നതറിയാതെ, അവളെയും അവന് എന്താണ് സംഭവിച്ചതെന്നറിയാതെ അവനെയും വിധിക്കേണ്ടതില്ല. ഇതാണ് മര്യാദ എന്നുമായിരുന്നു കുറിപ്പ്. 2024 അഖിൽ NRDയുടെയും മേഘയുടെയും വിവാഹം. സോഷ്യൽ മീഡിയയിലൂടെ കണ്ട് പരിചയപ്പെട്ട് പ്രണയിച്ച് വിവാഹം ചെയ്തിരുന്നവരാണ് ഇരുവരും. ടിക്ടോക്ക് വീഡിയോയിലൂടെ കരിയർ ആരംഭിച്ച അഖിൽ ഇപ്പോൾ സിനിമയിലേക്ക് വരെ എത്തി നിൽക്കുന്ന താരമായി നിരന്തരം പരിശ്രമത്തിലൂടെ വിജയിച്ച് നിൽക്കുകയായിരുന്നു.